ഒരൊറ്റ ദിവസം ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ തഞ്ചാവൂർ കണ്ടിട്ട് വരാം. കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പ്രധാനമായിട്ടും സർവീസ് നടത്തുന്നത് ഒരു ട്രെയിനാണ്. രാത്രി 10:25 എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന കാരക്കാൽ എക്സ്പ്രസ് ആണിത്. 16188 എന്നതാണ് ട്രെയിനിന്റെ നമ്പർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരക്കാൽ എക്സ്പ്രസിലാണ് യാത്ര തിരിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം 9:05 തഞ്ചാവൂരിൽ എത്തിച്ചേരും. എന്നാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യമല്ലേ, ചിലപ്പോൾ ലേറ്റ് ആവാനും സാധ്യതയുണ്ട്. എന്തായാലും 10 മണിക്ക് മുൻപ് അവിടെ എത്തിച്ചേരാം. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പുറത്തോട്ടിറങ്ങിയാൽ നിങ്ങൾക്ക് അനുയോജ്യമായ താമസ സൗകര്യം തിരഞ്ഞെടുക്കാം. ഇനി താമസിക്കാൻ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ തന്നെ ഫ്രഷപ്പിനുള്ള ഒരു ഏരിയയും അവിടെയുണ്ട്. അത് തിരഞ്ഞെടുത്ത് അവിടെ നിന്നും പെട്ടെന്ന് കുളിച്ചു മാറ്റി ലഗേജ് റെയിൽവേയിൽ തന്നെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്നും പെരിയ കോവിലേക്ക്, അതായത് നമ്മുടെ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബസ്സിൽ കയറാം. സർക്കാർ ബസ്സുകളിലാണെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അല്ല, പ്രൈവറ്റ് ബസ്സുകളിലാണെങ്കിലും വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനാകും. ഓട്ടോറിക്ഷകളും സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് കിട്ടുമെങ്കിലും അതെല്ലാം വലിയ ചെലവാണ്. ക്ഷേത്രത്തിൽ ഉള്ളിലെത്തിയ ശേഷം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചു സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പുറത്തോട്ടിറങ്ങാം. അവിടെ നിന്ന് നടന്നോ അല്ലെങ്കിൽ ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ ബസ്സിനോ നിങ്ങൾക്ക് തഞ്ചാവൂർ പാലസിലേക്ക് എത്തിച്ചേരാം. തഞ്ചാവൂർ പാലസിൽ എത്തിക്കഴിഞ്ഞാൽ 50 രൂപയാണ് എൻട്രി ഫീസ് ഈടാക്കുന്നത്. പാലസ് പൂർണ്ണമായി ചുറ്റി നടന്ന് കണ്ട് അവിടെയുള്ള ഓഡിയോ വിഷ്വൽ പ്രസന്റേഷനും എല്ലാം ആസ്വദിച്ച ശേഷം പുറത്തോട്ടിറങ്ങിയ, അതായത് പാലസിന്റെ മെയിൻ ഗേറ്റിൽ നിന്നും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് മീറ്ററുകൾ മാത്രം നടന്നു കഴിഞ്ഞാൽ വീണയുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എത്താം. അവിടെ നിന്ന് വീണയുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കണ്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് എങ്ങോട്ട് പോവാം? നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. അല്ലെങ്കിൽ നിങ്ങൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിനു ശേഷം വീണ്ടും തഞ്ചാവൂർ ക്ഷേത്രത്തിലെത്തി അവിടുത്തെ രാത്രിയുള്ള ലൈറ്റ് ഷോയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് 6:15 നമ്മൾ വന്ന കാരക്കാൽ എക്സ്പ്രസിന് തന്നെ തിരിച്ചു വരാം.